ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിനി കേക്കിൻ്റെ ഡിസൈനും ആയിട്ടാണ് കേട്ടോ. സാധാ നോർമൽ കേക്കിനെക്കാട്ടിലും കാണാൻ നല്ല സിമ്പിളാണെങ്കിൽ കൂടി ഒന്നും കൂടി എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും കുറച്ചൊരു ബുദ്ധിമുട്ട് ഈ ഒരു ചെറിയ കേക്ക് ഫിനിഷാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും കാണാൻ നല്ല ക്യൂട്ടായതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് അധികം ഈ ഒരു കേക്കാണ് ഓർഡർ തരിക. ഓൾക്ക് ചെറിയ ഫങ്ഷന് നല്ല ഓൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു ഹാപ്പിനെസ് ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് കസ്റ്റമർ അധികം എൻ്റെ അടുത്ത് നിന്ന് ഇതാണ് കേട്ടോ എല്ലാവരും ചൂസ് ചെയ്യൽ. പക്ഷേ നമുക്ക് ഈ ഓർഡർ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ചെറിയ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫിനിഷാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും കസ്റ്റമേഴ്സിൻ്റെ സന്തോഷമാണല്ലേ നമ്മളെ വലുത്. അപ്പോൾ അവർ എപ്പോഴും അധികം ഇത് ചൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഞാനിവിടെ ഇത് ഫിനിഷാക്കിയിട്ടുള്ള സാധാ ഒരു കേക്ക് ഫിനിഷാക്കണ ഒരു നൈഫ് ഉണ്ടല്ലോ, ഐസിങ് നൈഫ്, സാധാ ഡിസൈനൊക്കെ കൊടുക്കണം. മറ്റ് പാലറ്റ് നൈഫ് ആകുമ്പോൾ എന്താ വെച്ചാൽ കേക്കിൻ്റെ കൂടെ ഇതിങ്ങനെ നമ്മൾ ഫിനിഷാക്കുന്ന സമയത്ത് കേക്ക് അതിൻ്റെ കൂടെ അങ്ങനെ മൂവ് ആവും. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഫിനിഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ നൈഫ് വെച്ചിട്ടാണ്, ഈ ഡിസൈനൊക്കെ ചെയ്യുന്ന പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഫിനിഷാക്കി എടുക്കലൊക്കെ. പിന്നെ എന്തെങ്കിലും കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷാക്കി എടുക്കും. കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടിയും മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാർഡ് യൂസ് ചെയ്യാനാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു കസ്റ്റമൈസ്ഡായിട്ട് തന്നതായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഡിസൈനാണ് അവൾക്ക് വേണ്ടത്. അപ്പോൾ ചെറിയ മിനി കേക്കല്ലേ, അപ്പോൾ ഇതുമേൽ ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടിക്കാണ്ട് അങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടാണ് കേട്ടുള്ളത്. പിന്നെ അതിമേൽ എഴുതാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എഴുതുന്ന വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വിട്ടുപോയതാണ്. എങ്ങനെ അത് എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഹെന്നൊക്കെ കോൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഷീറ്റ്സ് ഉണ്ടല്ലോ, സെല്ലോഫിൻ ഷീറ്റ് എന്നൊക്കെ പറയും, ആ ഒരു ഷീറ്റ് കയ്യിലുണ്ടീനു. അപ്പോൾ അത് കോണാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രീമാക്കിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരും പല രീതിയിലാണ് എഴുതുക. ചിലവർ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ബട്ടർ പേപ്പർ കോണാക്കിയിട്ടായിരിക്കും ചെയ്യുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യലെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എഴുതുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എനിക്കൊന്നും കൂടിയും എളുപ്പമായിട്ട് തോന്നൽ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു പർപ്പിൾ ഷെയ്ഡ് വയലറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തൊരു സ്പ്രിങ്കിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കൊടുത്ത സമയത്ത് കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല ക്യൂട്ടായെന്നൊക്കെ പറഞ്ഞത്. ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കേക്കിന് ഒരു ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ നല്ല നല്ല ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമായിരിക്കണം എന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നത് വരെ ടാറ്റാ.